Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കിടിലൻ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ചപ്പാത്തി, ദോശ, പൊറോട്ട, നെയ്ച്ചോറ്, അതുപോലെ തന്നെ സാധാരണ ചോറ്, പുട്ട്, ദോശ എന്തിന്റെ ഒപ്പം വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കൻ ആണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിതിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. ഈ സവാള നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ക്രഷായി വന്നാൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സവാള നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷാക്കിയാൽ മതി കേട്ടോ. കണ്ടോ, ഇതേപോലെ മാത്രം ചെയ്താൽ മതി, അരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, ക്യുമൻ സീഡ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ സവാള ക്രഷ് ചെയ്ത് നമ്മൾ വാട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വാടി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വാടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തതാണ്, അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഒക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലയും 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് എന്താ പറയുക, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടി ചേർക്കാം കേട്ടോ. കുരുമുളകിൻ്റെ അളവും കൂട്ടി ചേർക്കാവുന്നതാണ്. കുരുമുളക് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് പോയതിന് ശേഷം നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെയും പച്ചക്കുത്ത് പോകുമ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ കറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ ചിക്കനിലേക്ക് അരവെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും അരവ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, പെട്ടെന്ന് അങ്ങോട്ട് അടി കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊരല്പം അതിൽ നിന്ന് കുറച്ചിട്ടോ ഇതൊന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ട് ചിക്കനിലേക്കൊക്കെ അരവ് നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മണാക്കാരം വരിക. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വീണ്ടും ഞാനൊരു 5 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടു, നല്ല തുറക്കുമ്പോൾ തന്നെ അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഈ മണം എത്തും. അത്രയും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
ഇത് ഞാനിപ്പോൾ തന്നെ ഇളക്കിയെടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്, ഉലുവയുടെ ഇലയാണ്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. കണ്ടോ, ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം അത്യാവശ്യം നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു മല്ലിയില കൂടി വെച്ച് കൊടുക്കാം. വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എന്തിൻ്റെ ഒപ്പവും അടിപൊളി കോമ്പിനേഷനാണ്. ഇങ്ങനെ ഒരു വട്ടം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെ തയ്യാറാക്കാൻ തോന്നും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.